ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ പറമ്പിൽ ചെറിയൊരു പണി ചെയ്യാൻ പോവുക. ഇവിടെ കുറച്ച് വാഴയും പിന്നെ കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് അതല്ല പണി, ഞങ്ങൾക്ക് ഇതേ കുറച്ച് കുരുമുളക് നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കുരുമുളകെല്ലാം പറിച്ചെടുക്കണം. കുറച്ചായി നിൽക്കുന്നു, കുറേ കൊഴിഞ്ഞു പോയി. അപ്പം ബാക്കിയുള്ളതെങ്കിലും വീട്ടിലെ ആവശ്യത്തിന് തന്നെയാണ്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലുള്ളതൊന്നുമില്ല. ഒരു 1/2 കിലോ ഒക്കെ കിട്ടിയാലായി, അത്രേ ഉള്ളൂ. അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര കൊതുക് ആയതുകൊണ്ട് തന്നെ മമ്മ തീ കത്തിച്ച് പുകയ്ക്കുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ ഇച്ചിരി കൊതുകിന് ശമനം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വാഴയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു കയ്യിൽ ക്യാമറ, അതായത് ഫോണും വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കുന്ന വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് മുകളിലോട്ടൊക്കെ ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലാഡർ വെച്ചിട്ടുണ്ട്. അപ്പം ആ ലാഡറിൽ കയറി നിന്നാണ് എൻ്റെ അഭ്യാസങ്ങളൊക്കെ. അടിയിൽ കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ആക്കിയാണ് വെച്ചേക്കുന്നത്. കാര്യം നമ്മൾ പറമ്പായതുകൊണ്ട് തന്നെ അത് നമ്മുടെ വീട് പോലെ നല്ല യൂണിഫോം ആയിരിക്കണമെന്നില്ലല്ലോ തറയൊക്കെ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിന്ന് ഞാനിത് കുരുമുളകെല്ലാം എങ്ങനെയൊക്കെയോ പറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് വാഴയൊക്കെ വെറുതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നട്ടുപിടിപ്പിച്ചതാണ്. വീട്ടിൽ നിന്ന് അങ്ങനെ കൊലയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ചർച്ചിൻ്റെ അവിടെ നട്ടിട്ടുള്ളതെന്ന് 1-2 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ലാഡർ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. അപ്പം ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നതും തിരിച്ചു കൊണ്ട് വെച്ചതും എല്ലാം. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ ഒരു ചേന നിൽപ്പുണ്ട്, പിന്നെ തെങ്ങിൻ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ചീത്തയായി പോയി കേട്ടോ. പിന്നെ ഇവിടെ ഒരു മുളകുണ്ടല്ലോ, നമ്മുടെ വറ്റൽ മുളക്. ആ മുളകിൻ്റെ വിത്തങ്ങാണ്ട് വീണ് വളർന്നതാണ് ഈ ചെടി. അങ്ങനെ അതിൽ കുറച്ച് മുളകുണ്ട്. പിന്നെ അത് അല്ലാണ്ട് തന്നെ നമ്മുടെ പറമ്പിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ കുഞ്ഞു മുളകില്ലേ, കാന്താരി മുളക്, അതുണ്ട്. അത് സ്ഥിരമായിട്ട് ഇവിടെ വളരാറുള്ളത് തന്നെയാണ്. അതാണിത് ഇപ്പോൾ ഈ കാണുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിലും ഇവിടെ അത്യാവശ്യം കിട്ടാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങയാണ്. നിറച്ചുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നേരത്തെ എടുത്ത് വീട്ടിൽ കറി വെക്കാറൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് വീടുകളിലൊക്കെ തൂക്കിയിടുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കേട്ടോ എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം. ഇതും ഏതിനമാണെന്നും എനിക്കറിയില്ല. അങ്ങനെ ഇത്രയും കുരുമുളകാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു 1/2 കിലോ ഒക്കെ വരും എന്നാണ് തോന്നുന്നത്. അപ്പം ഇത് ഇനി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത് വീട്ടിലേക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. കാര്യം എന്തായാലും കുരുമുളകിന് നല്ല വിലയുണ്ട്. വീട്ടിലത്തേക്ക് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം പുറത്തുനിന്ന് എന്തായാലും വാങ്ങണ്ടല്ലോ, അതുകൊണ്ട് കടയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.